ബ്രാൻഡിനെതിരായ സംഘപരിവാർ വിമർശനത്തിന് പിന്നാലെ സെൻസർ ബോർഡിലെ RSS നോമിനികൾക്ക് വീഴ്ച പറ്റിയെന്ന് BJPയുടെ പഴി. തപസ്യ ജനറൽ സെക്രട്ടറി GM മഹേഷ് അടക്കം 4 പേരാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. എമ്പുരാനെതിരായ പ്രചാരണം BJP നടത്തേണ്ടെന്നും കോർ കമ്മിറ്റിയിൽ നിലപാടറിയിച്ചു. അതേസമയം എമ്പുരാന്റെ ഉള്ളടക്കത്തെ പിന്തുണയ്ക്കുന്നതല്ല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് രാജീവ് ചന്ദ്രശേഖർ വിശദീകരിച്ചു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട്. പ്രശാന്ത്, ഇന്നലെ സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ ഇങ്ങനൊരു വിവാദം പതുക്കെ കൊളുത്തിയിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ സ്ക്രീനിങ് സെൻസർ ബോർഡിലുള്ളവർക്കെതിരായ BJPയുടെ വിമർശനമൊക്കെ വരുന്നത്. എന്താണ്, ആരാണ് ഇങ്ങനെ ഒരു വിമർശനം കൃത്യമായി ഉന്നയിച്ചത്? ഒന്ന്, എമ്പുരാൻ പുറത്തിറങ്ങിയതിന് പിന്നാലെ വ്യാപകമായ സൈബർ ആക്രമണം, അത് BJPയുടെയും RSSന്റെയും ചുമതലയുള്ളവർ വ്യാപകമായി എമ്പുരാനെതിരായ പ്രചാരണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്നലെ RSSന്റെ കേരളത്തിലെ തന്നെ മുതിർന്ന നേതാക്കളിലൊരായ J. നന്ദകുമാർ അടക്കം വാര്യംകുന്നനായി എമ്പുരാൻ എന്ന പോസ്റ്റ് ഫേസ്ബുക്കിലെല്ലാം കുറിച്ചിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കോർ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ ഈ വിഷയം, എമ്പുരാനിൽ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച വിഷയം വന്നു. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനാണ് ഈ വിഷയത്തിൽ മറ്റ് കോർ ഗ്രൂപ്പിലെ അംഗങ്ങളോട് ചോദിച്ചത്. അപ്പോൾ ഈ എമ്പുരാന്റെ സ്ക്രീനിങ് പ്രധാനമായും സെൻസർ ബോർഡിന് മുൻപാകെ വന്നപ്പോൾ ഇതിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ലേ എന്ന വിഷയം സ്വാഭാവികമായും ഉയർന്നു. അപ്പോൾ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വിശദീകരിച്ചത്, BJPയുടെ നോമിനികളായി സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്ന അവർക്കുടെ കാലാവധി നവംബർ മാസത്തിൽ അവസാനിച്ചതാണ്. ഈ സെൻസർ ബോർഡിൽ ഇപ്പോൾ RSSന്റെ സാംസ്കാരിക വിഭാഗമായ തപസ്യയിലെ സംസ്ഥാന സെക്രട്ടറി GM മഹേഷ് അടക്കമുള്ളവരുണ്ട്. അപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പ് ഉയർന്നില്ല എന്ന വിഷയം, വിമർശനം ശക്തമായി തന്നെയുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു സംഘടനാതല നടപടി, അതായത് അവരുടെ ബന്ധപ്പെട്ട സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന വിശദീകരണമാണ് രാജീവ് ചന്ദ്രശേഖർ ഈ യോഗത്തെ അറിയിച്ചത്. ഒപ്പം തന്നെ ഈ എമ്പുരാനെതിരായ പ്രചാരണം BJP ഏറ്റെടുക്കേണ്ടതില്ല എന്നൊരു ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനം ഈ RSSന്റെ സാംസ്കാരിക വിഭാഗമായ തപസ്യയുടെ പ്രതിനിധികളായിട്ടുള്ളവർ ഈ സെൻസർ ബോർഡിലുണ്ട്. അത് പ്രധാനമായും ഒന്ന് GM മഹേഷ്, സ്വരൂപ കർത്ത, അഞ്ജു ഹസൻ, റോഷ്നി ദാസ് എന്നിവരെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി നോമിനികളായിട്ടുള്ളവരാണ്. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് എതിർപ്പ് ഉണ്ടായില്ല എന്നൊരു വിമർശനം സ്വാഭാവികമായും ഉയർന്നു വന്നിട്ടുണ്ട്. BJPക്കുള്ളിൽ ഇത്തരമൊരു അമർഷവുമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് ഇനി ഇവർക്കെതിരെ, അല്ലെങ്കിൽ ഈ GM മഹേഷ് അടക്കമുള്ളവർക്കെതിരെ ഉണ്ടാകാൻ പോകുന്നത് എന്നടക്കം കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇതാണ് ഒരു വശം. മറ്റൊന്നുള്ളത്, രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. എമ്പുരാന്, അല്ലെങ്കിൽ മോഹൻലാലിനും പൃഥ്വിരാജ് ടീമിന് ആശംസകൾ നേർന്നുകൊണ്ട് താൻ വൈകാതെ തന്നെ എമ്പുരാൻ കാണുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതിന് പിന്നാലെയൊക്കെയാണ് ഈ വിമർശനങ്ങൾ, അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങളെല്ലാം നടക്കുന്നത്. അതിന് അദ്ദേഹം നൽകിയിരിക്കുന്ന ഇന്നൊരു വിശദീകരണം, മോഹൻലാൽ തൻ്റെ നല്ല സുഹൃത്താണ്. അപ്പോൾ അങ്ങനെ വിജയാശംസ നേർന്നതാണ്. ഇതിൻ്റെ കണ്ടന്റിനെ കുറിച്ചല്ല, സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ചല്ല താൻ പിന്തുണയ്ക്കുകയോ ഒന്നും ചെയ്തത് എന്നാണ്. പ്രശാന്ത്, ഇപ്പോൾ MT രമേശൊക്കെ ഇന്നലെ സൂചിപ്പിച്ചല്ലോ, സിനിമകൾ എത്രയോ വന്നിട്ടുണ്ട്, എന്നിട്ട് സംഘപരിവാറിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. സിനിമകൾ ഒരു വഴിക്ക് പോകും, ആളുകളുടെ ചിന്തകൾ മറ്റൊരു വഴിക്ക് സഞ്ചരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇതിനെ നിരോധിക്കാനോ അല്ലെങ്കിൽ ബഹിഷ്കരിക്കാനോ ഇറങ്ങേണ്ട ഒരു കാര്യമില്ല എന്ന് MT രമേശ് പറഞ്ഞിരുന്നു. അതേസമയമാണ് മറ്റു ചിലരുടെ വിരുദ്ധ അഭിപ്രായം. ഇത് ഈ BJPക്കും RSSനും ഇടയിലൊരു, അല്ലെങ്കിൽ സംഘപരിവാറിനുള്ളിൽ ഒരു തർക്ക വിഷയമായി മാറുന്നുണ്ടോ? അതായത് ഇതിൽ രണ്ട് രീതിയിലാണ് ഇതിൽ പ്രതികരണങ്ങൾ നടക്കുന്നത്. ഒന്ന്, ഈ സംഘപരിവാർ അണികളിൽ നിന്ന് വ്യാപകമായ എമ്പുരാനെതിരായ പ്രചരണം നടക്കുന്നു. അതേസമയം തന്നെ RSSന്റെ അഖില ഭാരതീയ സംയോജകം പ്രജ്ഞാപ്രവാഹുമായ J. നന്ദകുമാർ അടക്കം അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളാണ് ഉയർത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുധീർ ഇന്നിപ്പോൾ P. സുധീർ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഈ വിഷയം നമ്മൾ ചോദിക്കുമ്പോൾ ഇതെല്ലാം, അല്ലെങ്കിൽ ഇത്തരം പ്രതികരണങ്ങളെല്ലാം തന്നെ സംഘടനകളുടേതല്ല, അത് BJPയുടെയോ RSSന്റേതോ അല്ല, മറിച്ച് വ്യക്തിപരമാണ് എന്ന് പറയുമ്പോഴും ഇത്തരം പോസ്റ്റുകൾ, അല്ലെങ്കിൽ ഈ എമ്പുരാനെതിരായ പ്രചാരണം, എമ്പുരാനെതിരായ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അവരുടെ സ്ഥാനമാനങ്ങൾ അടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഇന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ എന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനവും ആശയപ്രചരണവും നടത്തുന്നവരാണ്. അപ്പോൾ കൃത്യമായ സംഘടനാ നിലപാടുകൾ തന്നെയാണ് J. നന്ദകുമാർ അടക്കമുള്ളവർ പ്രകടിപ്പിക്കുന്നതെന്നാണ് RSS വൃത്തങ്ങൾ തന്നെ വിശദീകരിക്കുന്നത്. എന്തായാലും അതൊരു വശത്ത് നിൽക്കുന്നു. അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ എമ്പുരാൻ ടീമിനെ
ആശംസിക്കുന്ന പോലെ നടപടി ഉണ്ടാകുന്നു. പക്ഷേ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആകുമ്പോൾ പി രഘുനാഥിനെ പോലുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റായ പി രഘുനാഥിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ തന്നെ പുറത്തു വന്നതാണ്. അതായത് ഈ സിനിമയുടെ ആശയത്തെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ അത്തരം ആശയത്തെ വിമർശിച്ചുകൊണ്ട് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് BJPക്കുള്ളിൽ തന്നെയുള്ള വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഒരു ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ പൊതുവെ നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ സംഘപരിവാർ അണികളിൽ നിന്ന് അനുഭാവികളിൽ വ്യാപകമായും എമ്പുരാനെതിരായ പോസ്റ്റുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ കോർ കമ്മിറ്റിയിൽ ഈ വിഷയം എന്താണ് ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പാർട്ടി സ്വീകരിക്കേണ്ട നിലപാട് എന്ന വിഷയം രാജീവ് ചന്ദ്രശേഖർ തന്നെ ഈ കോർ ഗ്രൂപ്പ് അംഗങ്ങളോട് ചോദിച്ചത്. അപ്പോഴാണ് ഈ സെൻസർ ബോർഡ് അംഗങ്ങളുടെ പ്രാതിനിധ്യം, അതായത് BJP അംഗങ്ങളുടെ പ്രാതിനിധ്യം ഇപ്പോൾ ഈ എമ്പുരാനെ സ്ക്രീൻ ചെയ്ത സെൻസർ ബോർഡിലില്ല. പക്ഷേ RSSന്റെ സാംസ്കാരിക വിഭാഗമായ വിഭാഗത്തിൽ എന്തായാലും വിവാദം കനക്കുന്നുണ്ട് ഒരു ഭാഗത്തൂടെ. അതേസമയം മറുഭാഗത്ത് സിനിമയുടെ ബുക്കിങ്ങും വലിയ തോതിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. 30-ാം തീയതി വരെയൊക്കെ പല തിയേറ്ററുകളിലും നോൺ സ്റ്റോപ്പ് ഷോകൾ നടക്കുന്നു. അതിൻ്റെ ഒരു പ്രശ്നം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചില ആവിഷ്കാരങ്ങൾ സിനിമയിൽ വന്നു എന്നതാണ്. അതിൽ സിനിമയുടെ ടൈറ്റിൽ ഭാഗത്ത് ഈ ഗോദ്ര കലാപവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് അവർ കാണിക്കുന്നത്. പക്ഷേ വിഷ്വലൈസ് ചെയ്തു വന്ന അടുത്ത ഘട്ടം, കലാപത്തിൻ്റെ അടുത്ത ഘട്ടമാണ്. അതാണ് ഇപ്പോൾ ഈ വിവാദങ്ങൾക്ക് വിഷയമായി മാറിയിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ രൂപത്തിൽ കാണൂ എന്നാണ് പല ഘട്ടങ്ങളും നമ്മൾ പറയാറ്. അങ്ങനെ പറയേണ്ടവർക്ക് അങ്ങനെ പറയാം. നിലപാട് വ്യക്തമാക്കിയിരുന്നത് സിനിമയായി തന്നെ കാണും എന്ന രീതിയിൽ രേഖപ്പെടുത്തുകൊണ്ട് വിയോജിക്കാം, കാണേണ്ടവർക്ക് കാണാം. എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്.